നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദർശനെ കുറ്റപ്പെടുത്തിയാലും നീ മാത്രം അവളെ കുറ്റപ്പെടുത്തരുത്. വീണു പോകുന്ന സന്ദർഭത്തിൽ ഭാര്യയെ കൈത്താങ്ങം കൊടുത്ത് കൂടെ നിർത്തേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നവർക്ക് മാത്രമേ കുടുംബജീവിതത്തിൽ എന്നും വിജയിക്കാൻ കഴിയൂ. ദർശന പരീക്ഷ എഴുതിയില്ല, അത് സത്യമാണ്. ഇവിടെ എല്ലാവർക്കും അവളോട് വിരോധവും ഉണ്ടാവും. എന്ത് പ്രതിസന്ധി ഉണ്ടായെങ്കിലും പരീക്ഷ എഴുതണമായിരുന്നു എന്ന് തന്നെയാ എന്റെയും അഭിപ്രായം. പക്ഷേ തീരുമാനമെടുക്കാനുള്ള അവകാശവും അധികാരവും അവൾക്ക് മാത്രമാണ്. അവൾ പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം കാണും. അങ്ങനെയാണെങ്കിൽ കാരണം എന്താണെന്ന് പറയണ്ടേ? അത് പറയാൻ സമയമായി കാണില്ല. സമയമാവുമ്പോ അവളത് പറയും. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ എക്സാം എഴുതാതിരുന്നതിന് വ്യക്തമായൊരു കാരണമുണ്ട്. പക്ഷെ അതെന്താണെന്ന് പറയാൻ എനിക്കിപ്പോൾ സാധിക്കില്ല. അതിനെക്കുറിച്ചൊന്നും തന്നെ എന്നോട് ചോദിക്കരുത്. രൂപേഷേട്ടന് എന്നോട് എത്ര വേണമെങ്കിലും പിണങ്ങാം. ഒരിക്കലും എന്നെ വെറുക്കരുത്. കാരണം എനിക്ക് ഈ ലോകത്ത് രൂപേഷേട്ടനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ഞാൻ എക്സാം എഴുതാത്തതിന് കാരണം അതെന്താണെന്നറിയുമ്പോൾ രൂപേഷേട്ടൻ എന്നോട് ക്ഷമിക്കും, എനിക്ക് ഉറപ്പാണ്. മോളെ, പോലീസ് യൂണിഫോമിൽ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഞാൻ ഒരുപാട് തവണ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇക്കാര്യം ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും അമ്മ മനസ്സിൽ നിന്ന് ആ ആഗ്രഹം കളഞ്ഞിട്ടില്ല. ഇനിയും സമയമുണ്ട്. ഏത് കാര്യത്തിലും നിന്റെ ഭാഗത്തൊരു ശരിയുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് തെറ്റുപറ്റില്ല എന്ന് തന്നെയാ അമ്മയുടെ വിശ്വാസം. മതി, അമ്മയുടെ ഈ വാക്ക് മാത്രം മതി എനിക്ക്. ഇവളുടെ സങ്കടം നീ കണ്ടില്ലേ? നീ എന്താ ഇവളോടൊന്നും മിണ്ടാത്തത്? പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാതെ മറ്റാർക്കും കഴിയില്ല. എന്താ നീ ഇവളെ മനസ്സിലാക്കാത്തത്? അമ്മ പറഞ്ഞത് അമ്മയുടെ ഭാഗം മാത്രമാണ്. ദർശൻ ഇപ്പൊ പറഞ്ഞാൽ ഒരു ന്യായമില്ലെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഭർത്താവും ഭാര്യയും തമ്മിൽ ഒന്നും മറച്ചു വെക്കരുതെന്നല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും പരീക്ഷ എഴുതില്ല എന്നുള്ള കാര്യം ദർശനെ എന്നോട് എന്തിനാ മറച്ചു വെച്ചത്? പരീക്ഷ എഴുതുന്ന ഹാളിന് പുറത്ത് അത്രയും സമയം കാത്തു നിർത്തി എന്തിനാ എന്നെ കോമാളി കളിപ്പിച്ചത്? ദർശനയ്ക്ക് വേണ്ടി നമ്മളെല്ലാം എത്ര കഷ്ടപ്പെട്ടു. ജയിലിനുള്ളിൽ വെച്ച് അമ്മയ്ക്ക് എന്തുമാത്രം പീഡനം അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് പറ്റില്ല. ദർശൻ എന്നോട് ചെയ്ത തെറ്റ് തന്നെയാ. ഞാൻ അതൊന്നും അംഗീകരിക്കില്ല. നീ ഇപ്പൊ അവളെ അംഗീകരിക്കേണ്ട, മനസ്സിലാക്കുകയും വേണ്ട. അവളെ കുറ്റപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നീയും കുറ്റപ്പെടുത്തിക്കോ. കല്ലെറിയണമെങ്കിൽ അതും ചെയ്തോ. പക്ഷെ മോനെ, നീ ഒരിക്കൽ ദർശനെ മനസ്സിലാക്കും. ഇന്ന് പറയുന്നതിനും ചെയ്യുന്നതിനുമൊക്കെ അന്ന് നീ പശ്ചാത്തപിക്കും. കുറ്റബോധം കൊണ്ട് നീ പൊട്ടിക്കരയും. കാരണം ഇവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിനു വേണ്ടിയും അതിനേക്കാൾ കൂടുതൽ നിനക്ക് വേണ്ടിയുമായിരിക്കും.
അമ്മ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ഇവിടെ ന്യായീകരിച്ചാലും തെറ്റ് ദർശനയുടെ ഭാഗത്ത് തന്നെയാ. സത്യം പറയണമെന്നും ആരോടും ഒന്നും മറച്ചു വെക്കരുതെന്നും ആവശ്യമുള്ളിടത്ത് പ്രതികരിക്കണമെന്നും എന്നെ പഠിപ്പിച്ചത് ഇവളാ. ഇവള് തന്നെ ഈ തെറ്റ് ചെയ്ത എനിക്കത് സഹിക്കാൻ കഴിയില്ല. രൂപേഷേട്ടാ, ഞാൻ തന്നെ ഒരു തെറ്റാ. അമ്മയും അച്ഛനും പോയി. ആകെയുള്ള അനിയത്തിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്റെ ജീവിതം തന്നെ. മോളെ, നീ കരയരുത്. ഇവളെ നീ കരയിച്ചല്ലോ. കുറ്റബോധം കൊണ്ട് കരയുന്നതിൽ ഒരു തെറ്റുമില്ല. കരയേണ്ടവർ കരയുക തന്നെ വേണം. കൊള്ളാം, കൊള്ളാം മോനെ. ഇപ്പൊ നിനക്ക് നല്ല ധൈര്യം വന്നു. നല്ലതുപോലെ സംസാരിക്കാനും അറിയാം. നിന്റെ ഈ സ്വഭാവത്തിലെ ധൈര്യം, ഇതേപോലെ കാണിക്കുന്ന തന്റെ ഇടം, ഇതൊക്കെ കാണാൻ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ദർശനം നിന്റെ ഭാര്യയായിട്ട് വരുന്നതിന് മുൻപ് അന്ന് നീ എങ്ങനെയായിരുന്നു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പഴയ നിന്നെ നീ മറന്നു പോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇന്ന് നിനക്ക് എല്ലാവരോടും സംസാരിക്കാനുള്ള ധൈര്യം കിട്ടി, ആത്മവിശ്വാസം കിട്ടി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇവൾ ദർശനം നിന്റെ ഭാര്യയായിട്ട് വന്നതിന് ശേഷം അവള് നിനക്ക് പകർന്നു നൽകിയ ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ നിന്റെ കയ്യിൽ. 3ാം ക്ലാസ്സിനപ്പുറം പഠിപ്പുണ്ടോ നിന്റെ കയ്യിൽ? പുറത്തിറങ്ങി ആരോടെങ്കിലും ഇടപഴകുന്നതിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ നിന്റെ കയ്യിൽ? നിനക്ക് ആത്മവിശ്വാസവും ധൈര്യവും തന്നു നിന്നെ മാറ്റിയെടുത്തത് എന്റെ ഈ മോളാ. അവളോടാ നീ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്. അപ്പോ ദർശന ചെയ്ത തെറ്റല്ലെന്നാണ് അമ്മ പറയുന്നത്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ജീവിതത്തിൽ ഇന്ന് നമ്മൾ തെറ്റാണെന്ന് കരുതുന്നതൊക്കെ നാളെ നമുക്ക് വലിയ ശരികളാകും. ഇന്ന് നമ്മൾ ശരിയാണെന്ന് കരുതി ചെയ്യുന്നത് പലതും നാളെ വലിയ തെറ്റായി മാറുകയും ചെയ്യും. അത് തീരുമാനിക്കുന്നത് കാലമാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ദർശനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഇവൾ എന്റെ മകളാ. ഇവൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് നേരത്തെ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്നിട്ടും നിനക്കത് മനസ്സിലായില്ല. എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം നിനക്ക് വരും. അന്ന് നീ കരയും. ഇവളുടെ കാല് പിടിച്ച് നീ കരയും. അന്ന് കരയണമെങ്കിൽ ഞാൻ കരഞ്ഞോളാം. എന്നാലും ഇപ്പൊ പറയാനുള്ളത് ഞാൻ പറയും. ദർശൻ എന്നോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് തിരുത്തുന്നത് വരെ ഞാൻ ഇവളോട് ക്ഷമിക്കില്ല. നോക്ക് മോളെ, എല്ലാവരും നിന്റെ മനസ്സ് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഇപ്പൊ നിന്റെ ശത്രുക്കൾ നിന്റെ വീഴ്ച മുതലെടുക്കുന്നുണ്ട്. സാരമില്ല, അമ്മയ്ക്ക് നിന്നെ മനസ്സിലാകും.
ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് സന്തോഷമുണ്ട്. ഒരു നല്ല മരുമകളെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഏറ്റവും നല്ലൊരു ഭാര്യയെ രൂപേഷിന് കൊടുക്കാന്ന് ഞാൻ വിശ്വേട്ടൻ ഒരിക്കൽ വാക്കു കൊടുത്തത്. ഞാൻ എന്റെ വാക്കു പാലിച്ചു എന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഞാനൊരു നല്ല മരുമകളെയാ ആഗ്രഹിച്ചത്. പക്ഷേ ദൈവം എനിക്ക് തന്നത് നല്ലൊരു മകളെയാ. ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും അമ്മ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല. മോളെ, സത്യം എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്നുണ്ട്. കഴിയുന്നില്ല. അമ്മ അറിയാതിരിക്കാനാണ് നീ എല്ലാം മറച്ചു വെച്ചതെന്ന് എനിക്കറിയാം.